എന്നാൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. 12 ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. ഇന്ന് മുതൽ ഓഗസ്റ്റ് 2 വരെ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി PSCയും അറിയിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇന്നലെ അഭിജിത്ത് മുഴക്കൊന്ന് ഇപ്പോഴും തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകാൻ, ഒപ്പം നാളത്തെ രക്ഷാദൗത്യം അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നത് സംബന്ധിച്ച വിവരങ്ങളുമായി അഭി നമുക്ക് മുന്നിലുള്ളത്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഡേ ആണ്. ഇന്നിപ്പോൾ രാത്രി സമയത്ത് മഴ മാറി നിൽക്കുന്നു എന്നത് ആശ്വാസ വാർത്തയാണ്. നേരത്തെ ഒരു മണിക്കൂർ മുമ്പൊക്കെ അവിടെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയില്ല എന്ന റിപ്പോർട്ടാണ്, അപ്ഡേറ്റാണ് നേരത്തെ പുറത്തുവന്നത്. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണ്. നാളെ എത്രയും പെട്ടെന്ന് തന്നെ ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള കാര്യം. അത് എത്ര മണിക്ക് എന്നുള്ളത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് 7 മണിയാണ്. അപ്പോൾ അതിന് മുന്നേ ഈ പ്രാദേശിക രക്ഷാപ്രവർത്തകരൊക്കെ ആ മേഖലയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇപ്പോഴുണ്ടോ? പലരും നേരത്തെ പറഞ്ഞത് ഈ മുണ്ടക്കൈ മേഖലയിലൊക്കെ നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് പോയ അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത് ഇപ്പോഴും പലയിടങ്ങളിലേക്കും പോകാൻ കഴിയുന്നില്ല. അവിടെ നമുക്ക് സാധ്യമായതെല്ലാം ചെയ്തു, പക്ഷേ ഇനിയും സൗകര്യങ്ങൾ വേണം, യന്ത്ര സാമഗ്രികൾ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നാളെ ഏകോപിപ്പിക്കുക? തീർച്ചയായും പ്രജിൻ, ഈ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മണ്ണിനടിയിലൊക്കെ നിരവധി പേർ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരെ പുറത്തെത്തിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ, ഹിറ്റാച്ചി, JCB പോലെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ആവശ്യമുണ്ട്. അവയൊക്കെ ഏത് രീതിയിൽ അവിടേക്ക് എത്തിക്കും എന്നുള്ള ഒരു കാര്യം നിലവിൽ ആശങ്കയായി അവശേഷിക്കുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു ഗതാഗത സൗകര്യമൊന്നും ഈ ചൂരൽമല മേഖലയിൽ നിന്ന് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കില്ല. ഇന്ന് തന്നെ താൽക്കാലികമായ ഒരു പാലം നിർമ്മിച്ചും റോപ്പ് വേയിലൂടെയും ഒക്കെയാണ് സൈന്യം ഉൾപ്പെടെ അപ്പുറത്തേക്ക് എത്തിയത്. അതിനാൽ തന്നെ എങ്ങനെ ഈ സംവിധാനങ്ങൾ അവിടത്തേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് കണ്ടെത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇന്ന് ആ രീതിയിലുള്ളൊരു യോഗം, മറ്റു തരത്തിലുള്ള ഏകോപിപ്പിച്ചുകൊണ്ടുള്ള മന്ത്രിതല സംഘം ഉൾപ്പെടെ ഉള്ള ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഏതായാലും ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈയും പുഞ്ചിരിമുട്ടത്തും ഒക്കെയുള്ള ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഫയർഫോഴ്സും ഒപ്പം തന്നെ സൈന്യമൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും സാധ്യത അവശേഷിക്കുന്നുണ്ട്. കൂടുതൽ പേർ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാഹചര്യം, സാധ്യത ഒക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ആ രീതിയിൽ ചില വീടുകളും ചില കെട്ടിടങ്ങളും ഒക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വീടുകളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. അങ്ങനെയെങ്കിൽ അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അവരെ കൂടി സുരക്ഷിതമായി മേപ്പാടിയിലേക്കൊക്കെ തിരികെ എത്തിക്കേണ്ടതുണ്ട്. വൈദ്യസഹായം നൽകേണ്ടതുണ്ട്. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനായിരിക്കും നാളെ ഊന്നൽ നൽകുക. 7 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൈന്യത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ കൺട്രോളിലുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതിനാൽ തന്നെ ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ നിലവിൽ ചെറിയ രീതിയിൽ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം, ആ രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഈ കാലാവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ രാവിലെ 7 മണിക്ക് നമ്മൾ അവർ രക്ഷാപ്രവർത്തന സംഘം നിശ്ചയിച്ച സമയത്തു തന്നെ ഈ ഒരു ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ പേരെ പുറത്തെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന്, ആ രീതിയിലുള്ള നടപടികൾ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, ഏതെങ്കിലും ഈ മണ്ണിനടിയിലൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരെ, അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന നടപടിക്രമങ്ങളാണ്. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടത്. അതെങ്ങനെയെന്നുള്ള കാര്യം അവിടെ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സൈന്യം ആ രീതിയിൽ മണ്ണുമാറ്റാനൊക്കെയുള്ള കൂടുതൽ പേരെ അവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നിലവിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. കൂടുതൽ സേന ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യം നിലവിൽ അറിവാകുന്നുണ്ട്. കൂടുതൽ സേന എത്തുന്നു, ഫയർഫോഴ്സ് എത്തുന്നു, ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ എത്തുന്നു. NDRF സംഘമുണ്ട്. അങ്ങനെ ഈ സന്നദ്ധ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തുകയാണെങ്കിൽ കൂടുതൽ പേരെ നാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഈ രക്ഷാപ്രവർത്തന സംഘത്തിനുമുണ്ട്, ദൗത്യ സംഘത്തിനുമുണ്ട്. അത്തരം ഒരു ശുഭവാർത്ത തന്നെയാണ് ഈ ദുരന്ത മേഖലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പ് അതിവിടെ ഉറ്റവരുടെ ഭാഗത്തുനിന്ന്, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ
പ്രിയപ്പെട്ടവരെയൊക്കെ കാണാതായവർ ആ രീതിയിൽ ആശുപത്രികളിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുമൊക്കെ അവർ നിൽക്കുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായ സങ്കടമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. എവിടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്ന് അവർക്കറിയില്ല. അവർ പലപ്പോഴും ഈ ആശുപത്രികൾക്ക് പുറത്ത് എഴുതി വച്ചിട്ടുള്ള ബോർഡുകളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുണ്ടോ എന്ന് പോയി പരിശോധിക്കുന്ന ഒരു കാഴ്ച, അത് ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഏതായാലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് അവർ പലപ്പോഴും ഈ രക്ഷാപ്രവർത്തന സംഘത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്. ഏതായാലും ഊർജിതമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നാളെ രാവിലെ തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഏതൊക്കെ മാർഗങ്ങൾ, ഏതൊക്കെ രീതികൾ ഒക്കെ സൈന്യം, ഫയർഫോഴ്സും ഒക്കെ അവലംബിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഏതായാലും കൃത്യമായ രീതിയിൽ നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ചൂരൽമല മേഖലയിലും രക്ഷാപ്രവർത്തനം നടക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ മുതൽ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, ഒരുപക്ഷെ രാവിലെ ഈ ഉരുൾപൊട്ടൽ എന്നുള്ളൊരു വാർത്ത ഉണ്ടാകുമ്പോൾ ഇത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ കരുതിയിരുന്നുമില്ല. നേരത്തെ പുത്തുമലയൊക്കെ കണ്ടതാണ് നമ്മൾ, കവളപ്പാറയും പെട്ടിമുടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനേക്കാളും 10 മടങ്ങ് വ്യാപ്തിയുള്ള, ആശങ്കയുണ്ടാക്കുന്ന, ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കൈയിൽ നമ്മൾ ഇന്ന് കണ്ടത് എന്ന് നിസ്സംശയം പറയാം. കാരണം നിരവധി വീടുകൾ, അത് 1ഉം 2ഉം വീടുകളല്ല, 10ഉം 20ഉം വീടുകളല്ല, 100 കണക്കിന് വീടുകൾ നാമാവശേഷമാകുന്ന കാഴ്ച, ഇരുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിലംപതിക്കുന്ന കാഴ്ച, ഇരുനില കെട്ടിടത്തിന്റെ വലുപ്പത്തിൽ പാറക്കല്ലുകൾ വന്നടിഞ്ഞ കാഴ്ച, ആ തലപ്പൊക്കത്തിൽ, ഈ വലിയ കെട്ടിടങ്ങളുടെ തലപ്പൊക്കത്തിൽ മണ്ണടിഞ്ഞുകൂടിയിരിക്കുന്ന കാഴ്ച, അങ്ങനെ വലിയൊരു ദുരന്ത ഭൂമിയായി ഈ മുണ്ടക്കൈ മാറിയ കാഴ്ചയാണ് നമുക്ക് ഇന്ന് അവിടെ നിന്ന് കാണാനായി സാധിച്ചത്. ഒപ്പം ഈ തകർന്ന വീടുകൾക്കടിയിൽ നിന്ന് പലപ്പോഴും ആളുകളെ പുറത്തെത്തിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിന്ന് കാണാനായി സാധിച്ചിരുന്നു. രക്ഷാപ്രവർത്തന സംഘത്തിന് അവിടേക്ക് എത്താനുള്ളൊരു പ്രശ്നം മാത്രമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കാരണം കുത്തിയൊലിക്കുന്ന ഈ പുഴ, ചൂരൽമല പുഴ, അതാണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയായി മാറിയത്. എങ്ങനെ അപ്പുറത്തേക്ക് എത്തും എന്നുള്ളൊരു ചോദ്യം രക്ഷാപ്രവർത്തന സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഒരു വടം കെട്ടി അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ ആ ശ്രമം വിജയിച്ചപ്പോഴാണ് കൂടുതൽ പേരെ രക്ഷപ്പെടുത്താനും സാധിച്ചത്. നമ്മുടെ കൺമുന്നിൽ തന്നെ നിരവധി പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക്, മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ചിലരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതും അവിടെ ഒരു സങ്കടകരമായ വസ്തുതയായി അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ എങ്ങനെ ഈ ചൂരൽമല പുഴയെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് എത്തും എന്നുള്ളൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ശക്തമായ മഴ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് കോടമഞ്ഞുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ പ്രകൃതിയുടെ എല്ലാ പ്രതികൂല ഘടകങ്ങളെയും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് ഇന്ന് ചൂരൽമലയിൽ ഉണ്ടായത്, മുണ്ടക്കൈയിൽ ഉണ്ടായത്. ഇതുപോലെ തന്നെ ഊർജിതമായ, ശക്തമായ രീതിയിലുള്ള, വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നാളെയും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പേരെ അവിടെ നിന്ന് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായി സാധിക്കുകയുള്ളൂ. മണ്ണിലടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെയും നമുക്ക് പുറത്തെത്തിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഇന്ന് 25 മൃതദേഹങ്ങൾ മുണ്ടക്കൈയിൽ നിന്ന് തിരികെ മറുകരയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ, അത് എത്ര പേർ എന്നുള്ള കാര്യങ്ങളിലൊന്നും നിലവിൽ വ്യക്തതയില്ല. ഇതിൽ മറ്റൊരു കാര്യം, ജീവൻ രക്ഷിക്കുക എന്നുള്ളതിന് തന്നെയാണ് ആദ്യത്തെ പ്രാധാന്യം, അത് തന്നെയാണ് വേണ്ടതും. അപ്പോൾ അത് ഇന്നൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതല്ലാതെ ഈ വീടുകൾ എത്രമാത്രം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, ഭാഗികമായി തകർന്ന വീടുകൾ എത്ര, ഇനിയിപ്പോൾ ചൂരൽമല ടൗണിലൊക്കെ തന്നെ ഒരുപാട്, ആ ടൗൺ മൊത്തത്തിൽ ചളിക്കടിയിലാണ്. അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, കടകളുണ്ട്. അവയെല്ലാം ഇനി പ്രവർത്തന യോഗ്യമാക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ഒരു പ്രാഥമികമായെങ്കിലും അവിടുത്തെ തദ്ദേശ സംവിധാനങ്ങൾ കണക്കെടുത്ത് കാണുമല്ലോ. അതിൻ്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, ചൂരൽമല എന്ന് പറഞ്ഞൊരു ടൗൺ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ അതിൻ്റെ മുൻപുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ പുഴയ്ക്കിപ്പുറം ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡിന് 2 വശത്തുമായി നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 100 കണക്കിന് വീടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഈ ഉരുൾപൊട്ടലുണ്ടായി, മലവെള്ളം കുത്തിയൊലിച്ചു വന്നു. ആ കുത്തിയൊലിച്ചു വന്ന ആ മലവെള്ളം ഈ പുഴയുടെ ഗതി മാറ്റി. ഈ പുഴയുടെ ഗതി മാറിയപ്പോൾ ഇത് വന്ന് ഒഴുകിയത് ഈ ചൂരൽമല മേഖലയിലേക്കാണ്. ഈ റോഡ് ഒന്നാകെ ഈ
പുഴയ്ക്കടിയിലായി. അവിടെ ഇരുവശത്തും അതായത് ഈ റോഡിന് ഇരുവശത്തും ഉണ്ടായിരുന്ന വീടുകൾ അപ്പാടെ നിലംപൊത്തി. കുറച്ച് മുകളിലോട്ടായി മാറി നിന്ന കേവലം വിരലിലെണ്ണാവുന്ന വീടുകൾ ഒഴികെ ബാക്കി എല്ലാ വീടുകളും ഈ പുഴയുടെ അടിയിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും ഈ വീടുകൾക്ക് മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ വന്ന് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ചെളി അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച അത് വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. കുട്ടികളുടെ പുസ്തകങ്ങളും ടിഫിൻ ബോക്സുകളും അടക്കം അവിടെ കാണാൻ നമുക്ക് കഴിഞ്ഞു. ആ രീതിയിൽ വളരെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് ഈ പ്രദേശത്ത് നിന്ന്, അതായത് ഈ ചൂരൽമല മേഖലയിൽ നിന്ന് നമുക്ക് കാണാനായി കഴിഞ്ഞത്. അതിൽ ഈ 100ഓളം വീടുകളുണ്ട് ഈ മണ്ണിനടിയിൽ എന്ന് പറയുമ്പോഴാണ് എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ ദുരന്തത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ രീതിയിൽ ഇത്രയധികം വീടുകൾ ഈ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. രാവിലെ സുർജിത്ത് അയ്യപ്പത്ത് ഈ പ്രദേശത്തേക്ക് പോകുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു അപകടം എന്ന രീതിയിലായിരുന്നു നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. 3 തവണ ഉരുൾപൊട്ടി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പുലർച്ചെ 2 മണിക്കും പിന്നീട് 4 മണിക്കുമൊക്കെയായി നിരവധി തവണ 3 തവണ ഉരുൾപൊട്ടി എന്നാണ് പറയുന്നത്. പലപ്പോഴും താഴെ നിലയിലുള്ളവർ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അവർ തങ്ങളുടെ 2 നില വീടിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഈ 2 നില വീടിനെ ആകെ വിഴുങ്ങിക്കൊണ്ട് ഈ മലവെള്ളം കുത്തിയൊലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ തങ്ങളുടെ കൺമുന്നിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ വെള്ളത്തിലേക്ക് ഒലിച്ചു പോകുന്നത് കാണേണ്ടി വന്നവരുടെ പ്രതികരണം കൂടി ഇന്ന് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ഹൃദയഭേദകമാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയാതെ വയ്യ. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ, അതിൽ ഇന്ന് നമ്മൾ പ്രതികരിച്ചതിൽ സ്വന്തം ചേട്ടനെയും ചേച്ചിയെയും ഒക്കെ നഷ്ടമായവരുണ്ട്. അവർ എവിടെയാണെന്ന് അറിയാത്തവരുണ്ട്. സ്വന്തം വീടൊന്നാകെ ഒലിച്ചു പോയവരുണ്ട്. വീട്ടിൽ നിന്ന് ചിലർ ഇന്നലെ രാത്രിയോടെ ഈ ചെറിയ മഴയുടെ ഒക്കെ സാഹചര്യം മുൻകൂട്ടി കണ്ട് ചിലരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. 14ഓളം കുടുംബങ്ങളെ ഈ ചൂരൽമല മേഖലയിൽ നിന്ന് അടുത്തുള്ള സ്കൂളിലേക്ക് ഒഴിപ്പിച്ചിരുന്നു. അവർ ഇന്നലെ രാത്രി സുരക്ഷിതമായി എന്ന് നമുക്ക് പറയാം. പക്ഷേ അവരൊഴികെ ബാക്കിയുള്ളവർ ഭൂരിഭാഗം പേരും ഈ ദുരന്തത്തിലേക്ക് വഴിമാറിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ആ വീടുകൾ ഒന്നാകെ തകർന്നടിയുന്ന ഒരു കാഴ്ച. നമ്മൾ ഈ നടന്നു പോകുന്നത് ഈ തകർന്നടിഞ്ഞ വീടുകൾക്ക് മുകളിലൂടെ നമ്മൾ നടന്നു പോവുകയായിരുന്നു. കാരണം ആ രീതിയിലാണ് ആ പ്രദേശത്തെ ഒന്നാകെ ഈ മലവെള്ളപ്പാച്ചിൽ കവർന്നെടുത്തത്. അതിനാൽ തന്നെ എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ ഒരു അപകടത്തിന് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ കണ്ട കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിലവിൽ യാതൊരു കണക്കുമില്ല. 200ഓളം പേർ നിലവിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെ എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ടവർക്കടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മിസ്സിംഗ് കേസുകൾ ആ രീതിയിൽ അന്വേഷണവുമായി പലപ്പോഴും മാധ്യമപ്രവർത്തകരെയും അതുപോലെ ഈ രക്ഷാപ്രവർത്തന സംഘത്തെയും പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, ആ രീതിയിൽ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ രീതിയിലുള്ളൊരു തീർച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വ്യക്തമായ കണക്ക് വരും ദിവസങ്ങളിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ കാണാതായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൂടുതൽ കണക്കുകൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈ മേഖലയിലും സമാനമാണ് അവസ്ഥ. കാരണം അവിടെ നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവരെ നമ്മൾ ഇന്ന് വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് മേപ്പാടിയിലേക്ക്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊക്കെ നമുക്കിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവിടെയും ഈ സമാനമായ രീതിയിൽ വീടുകൾ മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യം, ഒരു ടൗൺ അപ്പാടെ മണ്ണിനടിയിലാകുന്ന സാഹചര്യം, അവിടെ മൺകൂന മാത്രമുള്ള ഒരു സ്ഥിതി, ഇങ്ങനെ പലതരത്തിലുള്ള ഭീതി ജനിപ്പിക്കുന്ന കാഴ്ച ഈ മുണ്ടക്കൈയിൽ കണ്ടു എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പോയവരൊക്കെ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതിനാൽ തന്നെ ചൂരൽമല പോലെ തന്നെ അത്രയും ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ മുണ്ടക്കൈയിലും ഉണ്ടായത് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. എത്ര പേർ അവിടെയും കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിലും ഒരു വ്യക്തമായ കണക്കില്ല. അതും നാളെ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാകുന്നതിനനുസരിച്ച് ആ രീതിയിൽ നമുക്കൊരു വ്യക്തത കൈവരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് ആ രീതിയിലുള്ള ഒരു കണക്കുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വ്യക്തത അതിന് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 7 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ഈ മണ്ണിനടിയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അകപ്പെട്ടു. ചൂരൽമലയിൽ നിന്ന് 2.5 കിലോമീറ്ററാണ് മുണ്ടക്കൈയിലേക്കുള്ള ദൂരം. അതിസാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന ഇടം തേയിലത്തോട്ടമാണ്, പാടികളുണ്ട്, ലയങ്ങളുണ്ട്. അങ്ങനെ ഉറക്കത്തിലേക്ക് പോയ ഒരു വലിയ ജനവിഭാഗം, 400 കുടുംബങ്ങളുള്ള ഒരു പ്രദേശം. 1 മണിയോടുണ്ടായ ഉരുൾപൊട്ടലിൽ
സർവ്വതും നശിച്ച് പ്രാണനും കൊണ്ട് ഓടിയ ഒരു വലിയ വിഭാഗം ആളുകൾ 486 വരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നവർ, ഒന്നിച്ച് കിടന്നവർ, ഇവരിൽ പലരെയും കാണാതായി എന്ന വിഷമത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണെങ്കിലും ആ വിഷമം അലട്ടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഇന്നിനി പുലർച്ചെ ഒരു 7 മണിയോടുകൂടി തന്നെ സജീവമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 135 എന്ന മരണസംഖ്യ ഉയരാതിരിക്കട്ടെ, അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഇവർ ഇപ്പോൾ ചികിത്സയിലുള്ളവർ പറയുന്ന പോലെ അവരുടെ ഉറ്റവരെ കാണുന്നില്ല എന്ന് പറയുന്നവർ എവിടെയെങ്കിലുമൊക്കെ നാളെ വെളിച്ചത്തിൽ രക്ഷാസേനയുടെ ദൗത്യം തുടരുമ്പോൾ എവിടെയൊക്കെ സുരക്ഷിതരായി ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. ഇതിലപ്പുറത്തേക്കൊരു അപകടമായി ഇത് മാറാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.